പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 9-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കും. 58-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. മനുഷ്യർ പലപ്പോഴും വാക്കുമാറുന്നവരും വഞ്ചിക്കുന്നവരുമാണ്. യാക്കോബിനോട് ലാബാൻ ചെയ്തതുപോലെ വിവാഹ കാര്യത്തിൽ മാത്രമല്ല, പിന്നീട് അനവധി വിഷയങ്ങളിലും യാക്കോബിനെ ലാബാൻ ചതിച്ചതായി പറയുന്നു. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു, എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റിയെങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. മനുഷ്യരെല്ലാം എല്ലാവർക്കും പ്രവൃത്തികൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുകയോ കൊടുക്കാമെന്ന് പറഞ്ഞത് കൃത്യമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം ന്യായമായത് തരികയും വാക്ക് മാറാത്തവനും വ്യാജം പറയുവാൻ കഴിയാത്തവനുമാണ് എന്ന് ദൈവം വചനം നമ്മെ വെളിപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുന്നവർ നമ്മെ ഓർക്കാതിരിക്കുമ്പോൾ, ഓർക്കുവാൻ പോലും മനസ്സില്ലാതിരിക്കുമ്പോൾ, ഒരിക്കലും നമ്മെ വിട്ടുപിരികയില്ല എന്ന് പറഞ്ഞവർ നമ്മെ വിട്ട് ഓടി മറയുകയും സ്തോത്രം നമ്മെ കാണുവാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നു, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശശുദ്ധിയും നടപടികളും നന്നല്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്നും കൂടെ വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. മനുഷ്യർ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ മാത്രം കാണുമ്പോൾ ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള അധ്വാനവും ഉദ്ദേശശുദ്ധിയും നമ്മുടെ ദൈവം കാണുന്നു എന്നും നാം അറിഞ്ഞിരിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. മറ്റുള്ളവർ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് നമ്മെ അഭിനന്ദിക്കേണ്ട തക്ക നിലയിൽ നാം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിക്കും പ്രതിഫലം ഉണ്ടാകുകയില്ല. നമ്മൾ മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കേണ്ടതിനും മറ്റുള്ളവർ നമ്മെ അഭിനന്ദിക്കേണ്ടതിനുമായി നാം മറ്റുള്ളവർ കാണുക ചെയ്യുന്നതിൽ ഒന്നിനും നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. നാം സ്തോത്രം മനസ്സുള്ളവരും കൃപാലുവുമാണെന്ന് മറ്റുള്ളവർ പറയത്തക്ക നിലയിലുള്ള ദാനധർമ്മങ്ങൾക്ക് പ്രതിഫലമൊന്നും ഉണ്ടാകത്തില്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതിനും കരയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നിശ്ചയമായും പ്രതിഫലം ലഭിക്കുമെന്ന് വചനം പറയുന്നു. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്നവരുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. അവയിൽ ചില പ്രവൃത്തികൾ നമുക്കും നിസാരമെന്നും പ്രയോജനം ഇല്ലാത്തതെന്നും തോന്നിയാലും അവയെല്ലാം വളരെ പ്രതിഫലത്തിനും കാരണമാകുമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നീതിമാന്മാർക്ക് എന്തെല്ലാം പ്രതിഫലങ്ങളാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുകയെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. എന്തു തന്നെ ഒരുക്കി വച്ചിരുന്നാലും ക്രിസ്തുവിനെ നമുക്ക് നേരിൽ കാണുവാനും ക്രിസ്തുവിനോടുകൂടെ നിത്യത മുഴുവൻ കഴിയുവാനും സാധിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും വിലയുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് സ്തോത്രം ഇഹത്തിലും പരത്തിലും ലഭ്യമാകേണ്ടതിന് നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികളിൽ കൂടെ നമ്മുടെ പ്രതിഫലം സ്തോത്രം ലഭ്യമാകും. ചിലർക്ക് ഇവിടെ വെച്ച് ധനവും മാനവും ലഭിച്ചില്ലെന്നും വരാം, എന്നാൽ നിത്യതയിൽ ഏറെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ആമേൻ, അതിന് സംശയമില്ല. അതുപോലെ ദൈവകൃപയുള്ള സന്തതികളെ ലഭിക്കുക എന്നുള്ളത് ഭക്തൻ്റെ പ്രതിഫലങ്ങളിൽ പെട്ടതാണ്.
ഇവ കൂടാതെ അനുഗ്രഹങ്ങൾ എന്ന പേരിൽ ഒട്ടനവധി പ്രതിഫലങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ദൈവം നൽകുന്നതായി ദൈവവചനം പറയുന്നു. പലരും പഠിപ്പിക്കുന്നതും നാം കർത്താവിനായി പ്രവർത്തിക്കുകയും അവൻ വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെടുമെന്നും ആരോഗ്യമുള്ള ശരീരവും സമൃദ്ധിയുള്ള ജീവിതവും ഉന്നതരായ തലമുറകളെ ലഭിക്കുമെന്നും മറ്റുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാർ ലോകത്തിലെ സുഖസമൃദ്ധിയുടെ പിറകെ ഓടാതെ ഈ ലോകത്തിൽ വിശ്വാസത്തോടെ ജീവിച്ചു നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് അനേകർ അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകപ്രകാരം ഏറ്റവും ഉന്നതിയിൽ എത്താമായിരുന്ന മോശ തിരഞ്ഞെടുത്തത് എന്താണെന്ന് നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവവൈതലേ, കർത്താവിൻ്റെ നാളിൽ ദൈവം ന്യായമായ പ്രതിഫലം തൻ്റെ മക്കൾക്ക് കൊടുക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവത്തെ പിൻപറ്റുന്നവർ ദൈവം ഉണ്ടെന്നും തൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ആകയാൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നല്ല പ്രതിഫലത്തിനായി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. അനേക വ്യക്തികൾക്ക് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന സ്തോത്രം, കഷ്ടത അനുഭവിക്കുന്ന, രോഗശയ്യയിൽ ആയിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്ന, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും നല്ല പ്രതിഫലം ക്രിസ്തയേശുവിൽ നിന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ആകയാൽ നല്ല പ്രതിഫലത്തിനായി ഈ പ്രഭാതം നമ്മെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം കർത്താവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിഫലത്തിനായി, നല്ല പ്രതിഫലത്തിനായി കർത്താവേ സ്തോത്രം, നീതിയുടെ പ്രതിഫലത്തിനായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ ദൈവസന്നിധിയിൽ നല്ല പ്രതിഫലത്തിന് യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ആയുസ്സും ദീർഘായുസ്സും നൽകി ആദരിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.